ഹായ്. +2 എക്സാം എല്ലാം കഴിഞ്ഞ് നീറ്റ് എൻട്രൻസിന്റെ ക്രാഷിന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നവരുടെ മോഹങ്ങൾ പൊലിഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടോ? പേടിക്കുക വേണ്ട. ആ ക്രാഷ് കോഴ്സ് ഫ്രീ ആയി യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുകയാണ്. എൻട്രൻസ് പരീക്ഷ ഭുജികൾക്ക് മാത്രമുള്ളതാണ് എന്നൊരു മിഥ്യാധാരണയൊന്നും വേണ്ട. ഏതൊരു സാധാരണ പഠിക്കുന്ന കുട്ടിക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പൊ നീറ്റ് എൻട്രൻസിന് വേണ്ടി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. സോ എല്ലാവരും കാണുക. വളരെ ഈസി മെത്തേഡിലായിരിക്കും നമ്മൾ പഠിച്ചു പോവുക. ഒരു നീറ്റ് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം +1, +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. സോ ഇത് വളരെ കറക്റ്റ് ആയിട്ട് ഒപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി പഠിച്ചു പോകുന്ന മോഡലായിരിക്കും നമ്മൾ ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അതിനുവേണ്ടി ചെയ്യുന്ന കാര്യം, ഓരോ ദിവസവും ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ക്ലാസ്സുകളും ഒപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ടും ഈ മോഡലിലായിരിക്കും ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഈസിയായി മനസ്സിലാകുന്ന വേയിലായിരിക്കും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യുക. താഴെ കാണുന്ന ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോ നമുക്ക് തുടങ്ങാം. +1 പഠിച്ച എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇപ്പൊ തന്നെ അതിനെ പൊടി തട്ടിയെടുക്കാം. സോ +1 നമ്മൾ ആദ്യം പഠിച്ച ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ വേഗത്തിൽ നമുക്ക് ഓടിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യാം. അതിനകത്ത് നമ്മൾ പഠിച്ചത് 5 പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. ഏതൊക്കെയായിരുന്നു അത്? ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മാസിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. ആരാ അത് കൊണ്ടുവന്നത്? ആന്റണി ലവോസിയർ. അത് ഓർത്തിരിക്കുക കേട്ടോ. രണ്ടാമത്തെ നിയമം ലാ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. ആരാ കൊണ്ടുവന്നത്? ജോസഫ് പ്രോസ്റ്റ്. എന്തായിരുന്നു ആ നിയമം? ഒരു മോളിക്യൂളിനകത്ത്, ഒരു കോമ്പൗണ്ടിനകത്ത് ഒരു എലമെന്റിന്റെ മാസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. A compound contains always exactly the same proportion of elements by weight. അതായത് ഒരു ഉദാഹരണം വേണമെങ്കിൽ വേഗത്തിൽ പറഞ്ഞുതരാം. അമോണിയ എന്ന് പറയുന്ന കോമ്പൗണ്ട്, അതിനകത്ത് ആരൊക്കെയാ ഉള്ളത്? നൈട്രജനും ഹൈഡ്രജനും. നൈട്രജന്റെ വെയിറ്റ് എത്രയാ? 14. ഹൈഡ്രജന്റെ വെയിറ്റ് എത്രയാ? ഒരാളുടെ വെയിറ്റ് 1, 3 ഉള്ളത് കൊണ്ട് 3. സോ അമോണിയക്കകത്ത് നൈട്രജന്റെയും ഹൈഡ്രജന്റെയും മാസിന്റെ റേഷ്യോ എത്ര വരും? 14:3. ഇനി അമേരിക്കയിലുള്ള അമോണിയ ആണെങ്കിലും അതിനകത്തുള്ള നൈട്രജന്റെയും ഹൈഡ്രജന്റെയും റേഷ്യോ എത്ര തന്നെ ആയിരിക്കും? 14:3 ആയിരിക്കും. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അഥവാ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്ന നിയമമായിട്ട് അറിയപ്പെടുന്നത്. കൊണ്ടുവന്നത് ആരെന്ന് മറക്കരുത്? ജോസഫ് പ്രോസ്റ്റ്. മൂന്നാമത് നമ്മൾ പഠിച്ച നിയമം, മൂന്നാമത്തെ ലായുടെ പേരെന്തായിരുന്നു? ഡാൾട്ടൺ കൊണ്ടുവന്ന നിയമം ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. എന്തായിരുന്നു ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ? ഒരു എക്സാമ്പിൾ സഹിതം നമുക്ക് നോക്കാം. 2 എലമെന്റുകൾ എടുക്കുക. നമുക്കിവിടെ കാർബണും ഓക്സിജനും എടുക്കാം. കാർബണും ഓക്സിജനും ചേർന്നുണ്ടാകുന്ന 2 കോമ്പൗണ്ട്സ് എന്ന് പറയാമോ? ഒന്ന് കാർബൺ ഡയോക്സൈഡ്, ഒന്ന് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിന്റെ ഫോർമുല CO എന്നല്ലേ? കാർബൺ ഡയോക്സൈഡിന്റെ ഫോർമുല CO2 എന്നല്ലേ? കാർബണിന്റെ വെയിറ്റ് എത്രയാ? 12. ഓക്സിജന്റെ വെയിറ്റ് എത്രയാ? 16. ഇവിടെയും കാർബൺ ഒന്നല്ലേ ഉള്ളൂ, അപ്പൊ കാർബണിന്റെ വെയിറ്റ് 12. ഓക്സിജന്റെ വെയിറ്റ് എത്ര വരും? നോക്കൂ, എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജന്റെ വെയിറ്റ് എത്രയാ? 16. അപ്പൊ 2 ഓക്സിജന്റെ വെയിറ്റ് എത്രയാ? 16 × 2 32. സോ 32. നോക്കൂ, ഇവിടെ ഒരാളുടെ വെയിറ്റ് രണ്ടിടത്തും കോൺസ്റ്റന്റാ. അത് ആരുടെ വെയിറ്റാ? കാർബണിന്റെ വെയിറ്റ്. കാരണം കാർബണിന്റെ വെയിറ്റ് ഇവിടെയും 12, ഇവിടെയും 12. അപ്പൊ ആരുടെ വെയിറ്റാ വ്യത്യാസം? ഓക്സിജന്റെ വെയിറ്റ് ആണ് വ്യത്യാസം. ആ വ്യത്യാസമുള്ള മാസുകൾ എത്രയൊക്കെയാ? ഇവിടെ 16, ഇവിടെ 32. അപ്പൊ 16:32. ആ വ്യത്യസ്തമായിട്ടുള്ള മാസുകളുടെ റേഷ്യോ നമ്മൾ എടുത്തു. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 36 16 കട്ട് ചെയ്ത് കളയില്ലേ? അപ്പോ 1:2 എന്ന് കിട്ടും. അതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ അല്ലേ? ഇത്രേ ഡാൾട്ടണും പറഞ്ഞോളൂ. അതായത് 2 എലമെന്റുകൾ ചേർന്ന് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു. അതിൽ ഒരാളുടെ മാസ് ഫിക്സഡ് ആയിരിക്കും, മറ്റൊരാളുടെ മാസ് വ്യത്യാസമായിരിക്കും. ആ വ്യത്യാസമായിരിക്കുന്ന മാസിന്റെ റേഷ്യോ will be a simple whole number. ഇതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ കൊണ്ടുവന്നത് ജോൺ ഡാൾട്ടൺ. അങ്ങനെയും നമ്മൾ പഠിച്ച നാലാമത്തെ നിയമം, നാലാമത്തെ നിയമത്തിന്റെ പേര് ഗേ-ലുസാക്സ് ലാ ഓഫ് ഗാഷ്യസ് വോളിയംസ്. സംഭവം സിമ്പിളാ. എന്താ? 2 ഗ്യാസുകൾ എടുക്കുക. ഏതൊക്കെ? ഹൈഡ്രജനും ഓക്സിജനും. സോ ഹൈഡ്രജനും ഓക്സിജനും എടുക്കുക. ഹൈഡ്രജൻ + ½ O2 ചേരുമ്പോ എന്തായിട്ട് മാറുന്ന ഏത് കൊച്ചുകുട്ടിക്ക് അറിയാം? വാട്ടർ ആയിട്ട് മാറും. സോ 1 മോൾ വാട്ടർ ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനെ 1 എടുത്തു. അപ്പൊ ഒരു മോൾ H2 ആണ് നമ്മൾ എടുത്തത്. ഇതിനെ നമ്മൾ വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. സപ്പോസ് ഞാനിത് 100 ലിറ്റർ എടുത്തു വിചാരിക്കുക. ഹൈഡ്രജൻ എത്ര? 100 ലിറ്റർ എടുത്തു.
എങ്കിൽ ഓക്സിജൻ എത്ര എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. കാരണം അര മതി, ഇത് ഒന്നെടുത്താൽ ഇത് അര മതി. അപ്പൊ നമ്മൾ ഓക്സിജൻ എത്ര എടുത്താൽ മതി? 50 ലിറ്റർ എടുത്താൽ മതി. എങ്കിൽ ആ എടുത്ത ആൾക്കാരുടെ റേഷ്യോസ് ഒന്ന് എടുക്കാമോ? 100:50. എത്ര വരും? 2:1. ഇതാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാസസ് വോളിയൂംസ്. അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. രണ്ട് ഗ്യാസുകൾ തമ്മിൽ ചേരുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഗ്യാസുകൾ ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ ആ ഉണ്ടാകുകയോ ചേരുകയോ ചെയ്യുന്ന ഗ്യാസുകളുടെ വോളിയത്തിന്റെ റേഷ്യോ, മറക്കരുത്, വോളിയത്തിന്റെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേര് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാസസ് വോളിയൂംസ്. അഞ്ചാമത്തെ ലോ നമ്മുടെ പ്രിയപ്പെട്ട അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ എന്താ പറയുന്നത്? സിമ്പിൾ അല്ലേ? ഒരു ക്ലാസ്സിനകത്ത് കുട്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ക്ലാസിന്റെ വലിപ്പം കൂടുകയില്ലേ? അതേപോലെ ഗ്യാസ് മോളിക്യൂൾസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് വോളിയം എന്ത് ചെയ്യും? കൂടി വരും. So volume of a gas is directly proportional to number of moles. Volume number of moles ന് directly proportional ആയിരിക്കും. ഈ അവഗാഡ്രോ ലോ വേണമെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും പറയാം. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ equal volume of all gases contain equal number of molecules എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ നൈട്രജൻ ആയിക്കോട്ടെ, 1 ലിറ്റർ ഓക്സിജൻ ആയിക്കോട്ടെ, ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഹീലിയം ആയിക്കോട്ടെ, എല്ലാം 1 ലിറ്റർ ആണോ എങ്കിൽ അതിനകത്തുള്ള മോളിക്യൂൾസിന്റെ എണ്ണവും സെയിം ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് അവഗാഡ്രോസ് ലോ. ഈ 5 നിയമമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഒരു നിയമം കൂടി പഠിക്കണം, ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ. നോക്കാം അത് എന്താണെന്ന്. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത നിയമമാണ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ. കൊണ്ടുവന്നത് റിച്ചർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. റിച്ച് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ആ നിയമം എന്ന് നോക്കാം. അപ്പോ പുതിയതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന നിയമം ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതിനകത്ത് കാർബണും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന ഒരു കോമ്പൗണ്ട്. അതിനുവേണ്ടി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. കാർബണും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ട് കത്തിക്കാണും മീഥെയ്ൻ. അപ്പൊ CH4 ൽ കാർബണിന്റെ വെയിറ്റ് എത്രയാ? 12. ഹൈഡ്രജന്റെ വെയിറ്റ് എത്രയാ? 4. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താലോ? 3:1. ഇനി നമുക്ക് വേറൊരു കോമ്പൗണ്ട് എടുക്കാം, കാർബണും ഓക്സിജനും. തമ്മിലുള്ള റേഷ്യോസ് ആണ് എടുക്കാനുള്ളത്. കാർബണിന്റെ വെയിറ്റ് 12, ഓക്സിജന്റെ വെയിറ്റ് 32. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3:8 എന്ന് കിട്ടും. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതിനകത്ത് ഒരാളുടെ വെയിറ്റ് കോമൺ അല്ലേ? ആരായിരുന്നു അത്? കാർബൺ ആണ്. രണ്ടിടത്തും കാർബൺ കോമൺ ആണ്. വ്യത്യസ്തമായിട്ടുള്ള എലമെന്റ്സ് ഏതായിരുന്നു? ഹൈഡ്രജനും ഓക്സിജനും. നമുക്ക് അവരെ ഒന്ന് കമ്പൈൻ ചെയ്യാം. സോ ഹൈഡ്രജനും ഓക്സിജനും ചേർത്താൽ വാട്ടർ. സോ H2O എന്ന് പറയുന്ന കോമ്പൗണ്ട് നമുക്ക് കിട്ടും. റേഷ്യോ എടുത്ത് നോക്കാം. ഹൈഡ്രജന്റെ വെയിറ്റ് 2, ഓക്സിജന്റെ വെയിറ്റ് 16. സിംപ്ലിഫൈ ചെയ്യും, എത്ര കിട്ടും? 1:8. നോക്കൂ, നമ്മൾ ആദ്യം ചെയ്തതിലും ഹൈഡ്രജന്റെ റേഷ്യോ 1 ആയിരുന്നില്ലേ? ഓക്സിജന്റെ വെയിറ്റ് 8 ആയിരുന്നില്ലേ? അതേ റേഷ്യോ അല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത്? ഇതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ. ക്ലിയർ ആയില്ലേ? കൊണ്ടുവന്ന ആളെ മറക്കരുത്, റിച്ചർ മറക്കരുത്. ഓക്കെ, അപ്പോ ഒരു എലമെന്റിനോടൊപ്പം 2 വ്യത്യസ്ത എലമെന്റുകൾ ചേരുമ്പോൾ അവിടെ ഒരു റേഷ്യോസ് ഉണ്ടാകും. ആ വ്യത്യസ്തരായ എലമെന്റ്സ് പരസ്പരം കൂടിച്ചേരുമ്പോൾ അതേ റേഷ്യോയിലായിരിക്കും അവർ കൂടിച്ചേരുക. അതായത് നേരത്തെ വേറൊരു എലമെന്റുമായിട്ട് ചേർന്നില്ലേ, അതേ റേഷ്യോയിലായിരിക്കും ഇവര് പരസ്പരം കൂടിച്ചേരുക. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത് അറ്റോമിക് മാസ്. എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് അറ്റോമിക് മാസ്. ഒരു ആറ്റത്തിന്റെ മാസിനെ വിളിക്കുന്ന പേര് അറ്റോമിക് മാസ്. അതിനൊരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. അങ്ങനെയെങ്കിൽ 1U ഒരു വെയിറ്റ് കൂടി ഉണ്ട്. അതുകൂടി നമുക്ക് എൻട്രൻസിന് വേണ്ടി പഠിച്ചു വെക്കണം. 1U എന്ന് പറഞ്ഞാല് കാർബണിന്റെ വെയിറ്റ് എത്രയാ? 12. അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ 12/6.022 × 10⁻23. അതാണ് 1U എന്ന് പറയുന്നത്. So 1U is equal to 1.66 into 10⁻⁻24 gram. ഈ നമ്പർ കൂടി ഒന്ന് പഠിച്ചു വെക്കുക. സോ 1U യൂണിഫൈഡ് മാസ് 1U എന്ന് പറഞ്ഞാല് 1.66 into 10⁻⁻24 gram. അറിയാലോ, കുറച്ച് കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്താലേ നമുക്ക് എൻട്രൻസിന് എഴുതാൻ പറ്റത്തുള്ളൂ. സമയം ലാഭിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഇത്തരം 1 വേർഡ്സ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോ ഈ വാല്യൂ ഇനി മറക്കരുത്. 1U ന്റെ വാല്യൂ 1.66 into 10⁻⁻24 gram. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമുക്കറിയാം ചില ആറ്റംസ് ഐസോടോപിക് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും. കാർബൺ തന്നെ കാർബൺ 12 ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട്, ഹൈഡ്രജൻ പ്രോട്ടിയം ഉണ്ട്, ഡ്യൂട്ടീരിയം ഉണ്ട്, ട്രിഷ്യം ഉണ്ട്. സോ ഇതേപോലെ ഐസോടോപിക് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ കണക്ക് ചെയ്യും? അതിന്റെ ആവറേജ് മാസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതിന് വേണ്ടിയിട്ട് ഒരു ഫോർമുല പഠിക്കാം. സോ ആ ഫോർമുല ഇങ്ങനെയാണ്.
സപ്പോസ് M1 എന്ന് പറയുന്ന ഒരു ഐസോടോപിക് ഫോം, M1 മാസ് ആണ് അതിന്റെ, അത് എക്സ് ഫ്രാക്ഷൻ പ്രസന്റ് ആണ്, 1/4 1/6 നിങ്ങൾ പറയില്ലേ, അങ്ങനെ പ്രസന്റ് ആണ് എന്ന് വിചാരിക്കുക. M2 എന്ന് പറയുന്ന ഒരു മാസ് Y ഫ്രാക്ഷൻ പ്രസന്റ് ആണെന്ന് വിചാരിക്കുക. M3 എന്ന് പറയുന്ന ഒരു മാസ് Z ഫ്രാക്ഷൻ പ്രസന്റ് ആണെന്ന് വിചാരിക്കുക. ഇതിൽ കൂടുതൽ വരാണ് കേട്ടോ. അപ്പൊ ഇത്രയാണെങ്കിൽ എങ്ങനെ ചെയ്യും എന്നാണ് നമ്മൾ നോക്കുന്നത്. എങ്കിൽ the average mass M average is equal to M1 എന്ന് പറയുന്നത് എത്രയുണ്ട് ഫ്രാക്ഷൻ x അല്ലേ, അപ്പൊ M1 into x പ്ലസ് M2 എത്രയുണ്ട് ഫ്രാക്ഷൻ y അല്ലേ, അപ്പൊ M2 into y പ്ലസ് M3 എത്ര ഫ്രാക്ഷൻ M3 into z അല്ലേ, the whole divided by fractions ഏതൊക്കെയാ x plus y plus z. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ച് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആവറേജ് മാസ് കണ്ടെത്താം ഇഫ് the atom is existing in isotopic form. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് ആവറേജ് മാസ് കണ്ടെത്തുന്നത്. ഈ ഫോർമുല ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടെത്തി. മോളിക്യൂൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആറ്റംസ് ചേർന്നിട്ടല്ലേ. അപ്പൊ മോളിക്കുലാർ മാസ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ആറ്റത്തിന്റെ മാസുകൾ പരസ്പരം കൂട്ടുക. അങ്ങനെയാണ് നമ്മൾ ഏത് കണ്ടെത്തുന്നത്? മോളിക്കുലാർ മാസ് കണ്ടെത്തുന്നത്. ഇതിൽ ചിലപ്പോ നിങ്ങളെ പറ്റിക്കാനായിട്ട് പ്രത്യേക സാധനം ചോദിക്കും, ഇക്വലന്റ് മാസ് എന്നുള്ളത്. ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. എല്ലായിടത്തും ശരിയായി എന്ന് വരില്ല, എന്നാലും മോസ്റ്റ് ഓഫ് ദി കേസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് അറ്റോമിക് മാസിനെ അല്ലെങ്കിൽ മോളിക്കുലാർ മാസിനെ വാലൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏകദേശം നിങ്ങൾക്ക് ഇക്വലന്റ് മാസ് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ അതേസമയം ഇപ്പൊ മോളിക്യൂൾ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ H2SO4 SO4 2- എന്നല്ലേ എഴുതുന്നത്. അപ്പോ 98 എന്ന് പറയുന്ന H2SO4 മാസിനെ ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇക്വലന്റ് മാസ് കിട്ടും. അപ്പൊ അവിടെ അങ്ങനത്തെ ബാലൻസിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. പിന്നെ അല്ലാതെ ഏതെങ്കിലും ഇപ്പൊ കാൽഷ്യം 2+, അപ്പൊ ആ 2 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ ഇക്വലന്റ് മാസ് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഇക്വലന്റ് മാസ് കണ്ടെത്തുന്ന ഈസി വേ. ആ രീതിയിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. മോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒരു മോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരല്ലേ. ഒരു കപ്പിൾ എന്ന് പറഞ്ഞാൽ അതും രണ്ടുപേരല്ലേ. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ അത് 12 പേരല്ലേ. എങ്കിൽ ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23. അത്രയും എന്തോ ആയിക്കോട്ടെ, ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 1 മോൾ. ആ നമ്പറിന് മാത്രമായിട്ടൊരു പേരുണ്ട്, അവഗാഡ്രോ നമ്പർ. ആ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് 1 മോൾ. ഒരു ഡസൻ എന്ന് പറയുമ്പോൾ ഒരു ഡസൻ മാങ്ങയാകാം, ഒരു ഡസൻ ആപ്പിൾ ആകാം, ഒരു ഡസൻ ഓറഞ്ച് ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. എണ്ണം 12 ആണോ അതിനെ വിളിക്കുന്ന പേരാണ് 1 ഡസൻ. അതേപോലെ 6.022 into 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടോ എങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരായിരിക്കും 1 മോൾ. അത് ആറ്റം ആകാം, മോളിക്യൂൾ ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ എൻട്രൻസ് ആണ്. ഫോർമുലകൾ വളരെ വേഗം പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ മോൾ കാണുന്ന ഫോർമുലകൾ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. അതുകൊണ്ട് ഫോർമുലകളിലേക്ക് പോകാം. മോൾ കാണുന്ന ഫോർമുല എന്തൊക്കെയാ? നമ്പർ ഓഫ് മോൾസ് കാണാനായിട്ട് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ആറ്റം ആണെങ്കിൽ അറ്റോമിക് മാസ്, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്കുലാർ മാസ്. ഇനി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ 6.022 into 10⁻23. വോളിയം ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഗിവൺ വോളിയം ഡിവൈഡ് ബൈ 22.4 ലിറ്റേഴ്സ്. അപ്പൊ ഈ ഫോർമുലകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. എങ്കിൽ ഇതിന്റെ മറ്റൊരു പോർഷനിലേക്ക് കൂടി നമുക്ക് പോകണം. അത് വേറെ ഒന്നുമല്ല, നമ്മൾ തിയറിയിൽ വളരെ ലാർജ് ടേബിൾ ഒക്കെ വരച്ച് പഠിച്ചിട്ടുള്ള സാധനം മോളിക്കുലാർ ഫോർമുല ആൻഡ് എംപിരിക്കൽ ഫോർമുല. അത് ക്ലിയർ അല്ലാത്തവർക്ക് വേഗം അതൊന്ന് പറഞ്ഞു തരാം. എന്താണ് ഗ്ലൂക്കോസിന്റെ ഫോർമുല? C6H12O6. അപ്പോ C6H12O6 എന്ന് പറയുന്നതാണ് ഗ്ലൂക്കോസിന്റെ ഫോർമുല. അതാണ് റിയൽ ഫോർമുല. കാരണം ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിനകത്ത് 6 കാർബൺ ഉണ്ട്, 12 ഹൈഡ്രജൻ ഉണ്ട്, 6 ഓക്സിജൻ ഉണ്ട്. ദാറ്റ് ഇസ് എ റിയൽ ഫോർമുല. ദാറ്റ് ഇസ് കോൾഡ് മോളിക്കുലാർ ഫോർമുല. പക്ഷേ ഇതിനകത്തുള്ള 3 സംഖ്യയും നമുക്ക് 6 എന്ന് പറയുന്ന ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? അങ്ങനെ ചെയ്താൽ ഇതിന്റെ ഷോർട്ട് ഫോർമുല എങ്ങനെ വരും? സോ ഡിവൈഡ് ബൈ 6 and divide by 6. So what is remaining? C1H2O1. ഇതാണ് എഴുതാൻ പറ്റുന്ന ഗ്ലൂക്കോസിന്റെ ഏറ്റവും ചെറിയ ഫോർമുല. ആക്ച്വലി ഇങ്ങനെയാണോ ഗ്ലൂക്കോസ് ഇരിക്കുന്നത്? അല്ല. പക്ഷെ മോളിക്കുലാർ ഫോർമുല ഇങ്ങനെ നമുക്ക് ഷോർട്ട് ആക്കി എഴുതാം. ദി ഷോർട്ട് ഫോർമുല ഈസ് കോൾഡ് എംപിരിക്കൽ ഫോർമുല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ എംപിരിക്കൽ ഫോർമുലയെ തിരിച്ച് മോളിക്കുലാർ ഫോർമുലയാക്കാൻ എന്ത് ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എംപിരിക്കൽ ഫോർമുല ആയിട്ടുള്ളതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ കേസിൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലാർ ഫോർമുല കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് റിലേഷൻ എഴുതിക്കൂടെ? എന്തായിരിക്കും ആ റിലേഷൻ? മോളിക്കുലാർ ഫോർമുല MF എന്ന് ഷോർട്ട് എഴുതുക ഇസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുലയെ n എന്ന് പറയുന്ന ഒരു ഇന്റീജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ആ n ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ കേസ് എത്രയായിരുന്നു? 6 ആയിരുന്നു. എപ്പോഴും 6 വരണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ ജനറൽ ആയിട്ട് എഴുതുമ്പോൾ മോളിക്കുലാർ ഫോർമുല ഇസ് ഈക്വൽ ടു n into എംപിരിക്കൽ ഫോർമുല. അങ്ങനെയെങ്കിൽ n കാണാൻ എന്താ വഴി? അത് വളരെ ഈസിയാണ്. n കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് മോളിക്കുലാർ ഫോർമുല മാസിനെ
എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ n കാണാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മോളിക്കുലാർ ഫോർമുല മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വേണമെങ്കിൽ കഴിഞ്ഞ എക്സാമ്പിളിലെ അതേ മോളിക്കുലാർ മാസും എംപിരിക്കൽ ഫോർമുല മാസും വേഗം ഒന്ന് എടുത്ത്. ഗ്ലൂക്കോസിന്റെ മാസ് എല്ലാവർക്കും അറിയാം 180. സോ 180 ഡിവൈഡഡ് ബൈ നമ്മൾ നേരത്തെ എഴുതിയ എംപിരിക്കൽ ഫോർമുല എന്തായിരുന്നു? C1H2O1. കാർബണിന്റെ വെയിറ്റ് 12 പ്ലസ് ഹൈഡ്രജന്റെ വെയിറ്റ് 2 പ്ലസ് ഓക്സിജന്റെ വെയിറ്റ് 16. അപ്പൊ എത്ര കിട്ടും ആൻസർ? 6 4 10. 10 10 20 10 30. സോ ഡിവൈഡ് ബൈ 30. സോ വാട്ട് വിൽ ബി ദി ആൻസർ? 6 എന്ന് കിട്ടി. നേരത്തെ നമ്മൾ 6 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്. അതുപോലെ ഈ n എന്ന് പറയുന്ന നമ്പർ കണ്ടുപിടിക്കാൻ മോളിക്കുലാർ ഫോർമുല മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഇങ്ങനെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഓവറോൾ ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ്ലി എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പഠിക്കാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. സോ ഇന്ന് നിങ്ങൾ ഇതിന്റെ ബേസിക്സ് എല്ലാം വായിച്ചു വെച്ചിരിക്കുക.